കണ്ടോ? നൂർത്തിട്ടേടാ, നൂർത്തടിച്ച് കണ്ടോ? അതായത് അത്യാവശ്യം നല്ല സക്ഷൻ പവറാണ്. എടുത്ത് അങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കല്ലേ. പക്ഷെ അതിനൊരു സെൻസറുണ്ട്. ആ സെൻസർ വഴി ഓട്ടോ ക്ലീൻ തനിയെ, അതായത് ഒത്തിരി അഴുക്കാവുകയാണെങ്കിൽ തനിയെ ഓട്ടോ ക്ലീൻ വർക്കാവും. അതാണ് ഇന്റലിജന്റ് ഓട്ടോ ക്ലീൻ എന്ന് പറഞ്ഞത്. പക്ഷെ അതുകൊണ്ട് വലിയ സംഭവം വല്ലതും ഉണ്ടോ? അതായത് ഫുൾ വാറണ്ടി. നിങ്ങൾക്ക് ഇതിനകത്ത് കമ്പനി തന്നെ ഫുൾ വാറണ്ടി 5 വർഷം കൊടുക്കുന്നുണ്ട്. അതൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നി. അതായത് ഇതിന്റെ ട്രേ ഒക്കെ വരുന്നത് ഓട്ടോ ക്ലീനെ കുറിച്ചൊക്കെ ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഓട്ടോ ക്ലീൻ ഒക്കെ അത്രേ ഉള്ളൂ. പക്ഷെ ഇതൊന്നും അല്ല സംഭവം. എന്നെ സംബന്ധിച്ചിടത്തോളം ചിമ്മിനിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന 2 കാര്യങ്ങൾ ഇതാണെങ്കിൽ ഈ ചിമ്മിനി എടുത്താൽ മതി. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പം അവക്ക് പ്രത്യേകിച്ച് അവള് വന്നപ്പോഴേ എന്നോട് പറഞ്ഞു, അച്ഛാ ഒരു രസമില്ല കാണാൻ പറഞ്ഞു. ഡിസ്പ്ലേ വെക്കണ്ടെന്ന് തീരുമാനിച്ച സാധനമാണ്. പക്ഷെ എനിക്ക് ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? വയോള എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എനിക്ക് കേട്ടത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, എനിക്ക് വയോള എന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ചുമയുടെ മരുന്നൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ ഇതുപോലെ എന്നാ പറയാ, നമ്മുടെ ഹോമിയോപ്പതിയിലൊക്കെ ആണെന്ന് തോന്നുന്നു അങ്ങനത്തെ മരുന്നുകളുണ്ട്. എനിക്ക് അങ്ങനെ ഒരു പേരായിട്ട് തോന്നിയത് വയോള എന്ന് കേട്ടപ്പോൾ. പക്ഷെ വയോള എന്നുള്ളത് എന്നാന്ന് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയില്ല. കാരണം എന്നാന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ നല്ല അർത്ഥങ്ങൾ കാണും. നമുക്ക് പെട്ടെന്ന് മലയാളികൾക്ക് പെട്ടെന്ന് വയോള എന്നൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത് എന്താ, എന്തോ ഒരു മരുന്നിന്റെ പേര് പോലെയൊക്കെ തോന്നുന്നത്. ആക്ച്വലി ഇതൊരു സംഭവമാണ്. ഇത് എന്നാന്ന് പറഞ്ഞാൽ കുഷീന എന്ന് പറയുന്ന ബ്രാൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലർ ആയിരിക്കും. ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. ആ കുഷീന ബ്രാൻഡിന്റെ ഒരു ചിമ്മിനിയുടെ പേരാണ് വയോള. ഈ ചിമ്മിനിയാണ്. അപ്പം ഇന്ന് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോണം, വയോള ചിമ്മിനിയെ കുറിച്ച്. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇന്ന് ഞാനും പെട്ടെന്ന് വാ. ഒരു ഞാനും കൂടെ ഉണ്ട്. ഈ സമയങ്ങളിൽ വീഡിയോ എടുക്കുമ്പോൾ ഈ ഞാനും വരും. ഈ ഞാനുമാണ് ഇന്ന് ഇത് കാണിക്കാൻ പോകുന്നത്. ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ അറിയാം? അപ്പം ഇന്ന് ഞാനുമാണ് പറയാൻ പോകുന്നത്. ഈ ചിമ്മിനി കണ്ടപ്പോ ഫസ്റ്റ് ഒരു ഇംപ്രഷൻ എന്നാ പറ്റുന്ന തോന്നി? അതായത് പെട്ടെന്ന് കണ്ടപ്പോ എന്താ തോന്നി? ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ചാടി കയറി പറയുന്നോണ്ട്, അങ്ങനെ ചോദിച്ചിട്ട് ചാടി കയറി പറയുന്നോണ്ട് വേറെ ഒന്നും തോന്നണ്ട. സംഭവം എന്നാന്ന് പറഞ്ഞാൽ, ഈ ചിമ്മിനി ആദ്യം വന്നപ്പോളെ പുള്ളിക്കാരി പറഞ്ഞ എന്നാന്ന് പറഞ്ഞാൽ, ഇതെന്നാ ഷേപ്പ്, ഇത് ആരെങ്കിലും ഒക്കെ വാങ്ങിക്കുവോ, ഒരു രസമില്ല കാണാൻ, അങ്ങനെയൊക്കെയാണ് ആക്ച്വലി പുള്ളി പറഞ്ഞത്. ശരിയല്ലേ പറഞ്ഞത്? സോപ്പൊട്ടി കമത്തി വെച്ച പോലെ എന്നാണ് ആദ്യം എന്നോട് പറഞ്ഞത്. പക്ഷെ എല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പം എനിക്കും എന്തോ ഒരു വെറൈറ്റി ഉള്ള പോലെ, അത് കണ്ടോ, എന്തോ ഒരു വെറൈറ്റി ഉള്ള പോലെ എനിക്കും തോന്നി. പക്ഷെ അതൊന്നും അല്ല, ഇതിനൊരു മെയിൻ കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതിനു മുമ്പ് ചിമ്മിനി പരിചയപ്പെടണ്ടേ? അപ്പൊ ചിമ്മിനിയുടെ വർക്കും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാന്ന് നമുക്കൊന്ന് നോക്കാം. ആളവിടെ ഭയങ്കര പരിപാടിയിലാണ്. അപ്പൊ നമുക്ക് കൊച്ചിന് ഇതിന്റെ സക്ഷൻ പവർ എത്രയാണെന്ന് അറിയാം. ശരിക്കും ഇതിന് സാധാരണ നിന്റെ ഒരു പുള്ളിക്ക് അറിയാം സക്ഷൻ പവർ എത്രയാന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പറഞ്ഞോ, എത്ര സക്ഷൻ പവർ വരുന്നത് സാധാരണ? അതായത് നമ്മൾ സാധാരണ ഒരു വീട്ടിലാണെങ്കിൽ എത്ര സക്ഷൻ പവർ? നമ്മളിപ്പോ ഇവിടെ ആൾക്കാർ വരുമ്പോഴത്തേക്കിനും നമ്മൾ പറയത്തില്ല, ചേട്ടാ എത്ര സക്ഷൻ പവർ വേണമെന്ന് ചോദിക്കുമ്പോൾ സാധാരണ കൊച്ചിനോടൊക്കെ ചോദിക്കുമ്പോൾ എന്നാ പറയുന്നത്? അതായത് ഒരു വീട്ടില് 1000 മതി, സക്ഷൻ പവർ 1000 മതി, സക്ഷന്റെ ആവശ്യം 1000 ഉള്ളൂ. പക്ഷെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 1250 ഇവിടെ എല്ലാ മെഷീനും കൊടുക്കാറുണ്ട്. പക്ഷെ ഇതിന് എന്നാ പ്രത്യേകത? ഇതിന് 1650 സക്ഷൻ പവർ വരും. പക്ഷെ അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു സൗണ്ടിന്റെ ഒരു ഇത് ശകലം കൂടുതലാണ്. ഭയങ്കര ഓവർ സൗണ്ട് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു ശകലം കാറ്റിന്റെ സൗണ്ട് കൂടുതലാണ്. അപ്പൊ അത് ഓൺ ചെയ്ത് നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കുന്നെന്ന്. ഇത് ഓൺ ആകുന്ന രീതി ഉണ്ടോ? ഓൺ ആകുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ സ്ലാൻഡിങ് മെഷീൻ പോലെ തന്നെയാണ്. പക്ഷെ ഇച്ചിരി ഓപ്പൺ ടൈപ്പാണ് വരുന്നത്. ലൈറ്റ് എന്നിട്ടടാ ഉണ്ടോ, ലൈറ്റ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെയാണ് ഇതിന്റെ സക്ഷൻ എടുക്കുന്ന ഏരിയ വരുന്നത്, ഇവിടെയാണ്. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഡൗട്ട് ഉണ്ടാകാം, ഇത്ര ഏരിയ മതിയോ സക്ഷൻ എടുക്കാൻ? അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുന്നത്, എന്തെങ്കിലും ഒരു കുറവ് സംഭവിക്കുമോ എന്ന് നിങ്ങൾക്ക് വേണേൽ സ്വാഭാവികമായിട്ടും തോന്നാം. പക്ഷെ അങ്ങനെ ഒരു തോന്നലിന്റെ ആവശ്യമില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും 1650 സക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇതിന്റെ വലിക്കുന്ന ആ ഒരു പവർ, സക്ഷൻ എടുക്കുന്ന ആ ഒരു ഇത് കുറച്ച് കൂടുതലായിരിക്കും. അതായത് RPM അത്രയും കൂടുതലായതുകൊണ്ട് തന്നെ സക്ഷൻ എടുക്കുന്നത് കുറച്ച് കൂടുതലായിരിക്കും. ഫുൾ സ്പീഡ് ഇട്ടണം. സാധാരണ ചിമ്മിനിക്ക് 3 സ്പീഡാണ് വരുന്നത്. പക്ഷെ ഇതിന് നമുക്ക് 2 സ്പീഡേ കാണിക്കുന്നുള്ളൂ.
ഇത് കണ്ടോ, ഇത് ഒന്നാമത്തെ സ്പീഡ്, ഇത് രണ്ടാമത്തെ സ്പീഡ്, 2 സ്പീഡാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ട്യൂബ് ലൈറ്റിന്റെ ഒരു ഇതുണ്ട്, ഇത് കണ്ടോ, ഇവിടെ ഈ ട്യൂബ് ലൈറ്റിന്റെ ഒരു റിഫ്ലക്ഷൻ ആയി ഗ്ലാസ്സായി വരുന്നത്. ശരിക്കും ഇത് ബ്ലാക്ക് ആണ്, ഇത് കണ്ടോ. നിങ്ങൾക്ക് ആ സൗണ്ട് കേട്ടോ, ഇതിന്റെ സൗണ്ട് കേട്ടോ, ഈ സൗണ്ട്, അതായത് നിങ്ങൾ ഇവിടുന്ന് ഈ ഇത് പോകുന്ന, അതായത് ഈ കാറ്റിന്റെ ഒരു പവർ നിങ്ങൾക്ക് ഇതേ നോക്കി അറിയാൻ പറ്റും. ചെടി കിടന്നനങ്ങുന്നുണ്ടോ, ചെടി കിടന്നനങ്ങുന്നുണ്ടോ. അതായത് ഇത് ഇത്രയും ഡിസ്റ്റൻസിലാണ് അത് ഇരിക്കുന്നത്, ഇത് കണ്ടോ, ഇത്രയും ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. പക്ഷെ ആ ചെടി കിടന്ന് അനങ്ങുന്നുണ്ട്. അപ്പൊ അത്രയും പവർ ഉണ്ട് ഇതിനകത്ത്. അതായത് നമ്മളോട് എപ്പോഴും ആൾക്കാർ വന്നിട്ട്, ചില ആൾക്കാർ വന്നിട്ട് ചോദിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഭയങ്കര പവർ ഉള്ള ചിമ്മിനി ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഭയങ്കര പവർ ഉള്ള ചിമ്മിനി വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഇത് അടിപൊളിയായിരിക്കും. പക്ഷെ ഇതിനെന്തെങ്കിലും വെറൈറ്റി തോന്നുന്നുണ്ടോ കൊച്ചിന് ഇത് കണ്ടിട്ട്? അതായത് വെറൈറ്റി എന്നല്ല, മറ്റുള്ള ചിമ്മിനികളിൽ നിന്നും എന്തെങ്കിലും ഒരു മാറ്റം, അതായത് ഇതിന് സാധാരണ ചിമ്മിനിയിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം തോന്നുന്നുണ്ടോ കൊച്ചിന്? എന്തെങ്കിലും ഒരു വ്യത്യസ്തത? ഒന്ന് ശകലം ഒന്ന് സ്പീഡ് കുറയ്ക്കാവും. ഓക്കെ, അല്ലെങ്കിൽ ഓഫ് ചെയ്തു ഒന്നുകൂടെ പറ്റി. ഓക്കെ, പറ. ഇത് അതായത് സാധാരണ ചിമ്മിനിൽ നിന്നും കൊച്ചിന് തോന്നുന്ന എന്തെങ്കിലും ഒരു, ഇങ്ങോട്ട് നോക്ക്, ഇവിടെ നോക്ക്, ഇങ്ങോട്ട് ക്യാമറ നോക്ക്, സാധാരണ ചിമ്മിനിൽ നിന്നും എന്താ മാറ്റം? അതായത് ഇപ്പൊ സാധാരണ ചിമ്മിനിയൊക്കെ വരുമ്പോൾ ആൾക്കാർ ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, അതറിയാവോന്നൊന്ന് നോക്കട്ടെ. അതായത് അത് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഇതിനകത്ത് കാണുന്നുണ്ടോ? ഇവിടെ വരുന്ന കസ്റ്റമർ ചോദിക്കാറുണ്ട്, ഇത്രയും താത്ത് വെച്ച സ്ലാൻഡിങ് ചിമ്മിനി മറ്റേ ചിമ്മിനേക്കാളും ഒരു ശകലവും കൂടെ അവര് ചോദിക്കാറുണ്ട്, ഇത് ഇത്രയും താത്ത് വെച്ച കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തല അതിൽ മുട്ടാറില്ലേ? ഇതിലാണെങ്കിൽ ഞാൻ ഇതിന്റെ ലെവലിൽ നിൽക്കാം. ഓക്കെ, ഇതിലാണെങ്കിലോ അങ്ങനെയൊന്നും പേടിക്കേണ്ട, നമ്മൾ ഇങ്ങനെ കൊണ്ട് മുട്ടിച്ചാൽ പോലും നമ്മുടെ തല അവിടെ. പക്ഷെ ഇങ്ങേര് കൊണ്ട് പൊട്ടിച്ചാ ഇടിക്കത്തില്ല, അതിനൊരു കാരണമുണ്ട്. പൊക്കം ഇച്ചിരി കുറവാണ്. പക്ഷെ ഞാൻ കാണിച്ചു തരാം. കൊച്ചു പിടിച്ച്, ഇത് പിടിച്ച്, ക്യാമറ പിടിച്ച്, ഇത് കണ്ടോ, ശരാശരി ഒരു ഹൈറ്റ് വെച്ച് നോക്കിയാൽ ഇത്ര ഉണ്ട്. ഇപ്പൊ നമ്മള് ഇപ്പൊ സ്ലാൻഡിങ് ചിമ്മിനി ആണെങ്കിലും ഓൾമോസ്റ്റ് ഇങ്ങനെ വരും, ഇനി ഫ്ലാറ്റ് ചിമ്മിനി ആണെങ്കിലും ഇങ്ങനെ വരും. പക്ഷെ ഇത് നമ്മളെ കൊണ്ട് ഇടിപ്പിക്കണം എങ്കിലേ നമ്മുടെ തല ഇടിക്കുള്ളൂ. സാധാരണ ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയും, സാധാരണ നമ്മൾ കൊണ്ട് ഇങ്ങനെ ഇടിപ്പിച്ചെങ്കിലേ തല ഇടിക്കുള്ളൂ. കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ ബെർത്ത് കണ്ടോ, ഇത് ഇങ്ങോട്ട് കാണിക്കണം, ഈ ബെർത്ത് കണ്ടോ, ഈ ബെർത്ത് ബെർത്തല്ല, ഈ ഒരു സ്ലാബ്, സാധാരണ വീടുകളിലെ സ്ലാബ് 60 സെന്റിമീറ്റർ 62 സെന്റിമീറ്റർ ആണ്. ഓൾമോസ്റ്റ് ആ സെയിം അളവിലാണ് നമ്മളെല്ലാം ഡിസ്പ്ലേ സ്റ്റാൻഡ് വെക്കുന്നത്. ഈ ഒരു ബെർത്തിന്റെ ഇത് വെച്ച് നോക്കിയാൽ പോലും നമ്മൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ സാധാരണ ഇടിക്കാറില്ല, അല്ലെങ്കിൽ നമ്മൾ കൊണ്ട് ഇടിപ്പിക്കണം. പക്ഷെ അവിടെ പോലും ഒരു ഇത് ദാക്ഷിണ്യം കാണിക്കാതെയാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഞാൻ ഇങ്ങനെ കൊണ്ട് ഇടിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലാതെ ഒരിക്കലും അതിലേക്ക് ഇടിക്കത്തില്ല. അതാണ് മോസ്റ്റ്ലി എനിക്ക് ഇതിനകത്തുള്ള ഏറ്റവും ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത്. 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ചിമ്മിനിയുടെ സക്ഷൻ പവർ, അതായത് 1650 എന്ന് പറയുന്ന സക്ഷൻ പവർ. ആ 1600 പ്ലസ് 50 1650, അങ്ങനെ തന്നെ വെച്ചോ. 1650 എന്ന് പറയുന്ന സക്ഷൻ പവർ ഒന്ന്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് നമ്മളുടെ തല ഇടിക്കുമെന്നുള്ള. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഭയങ്കര ഹൈറ്റ് ഉള്ള ചേട്ടന്മാർ വന്നിട്ട് ഈ ഒരു ഡൗട്ട് എന്നോട് ക്ലിയർ ചെയ്യിപ്പിച്ചു. ആ ഒരു ഡൗട്ട് ഈ ചിമ്മിനിക്ക് നിങ്ങൾക്ക് വേണ്ട. കാരണം ഒരു കാരണവശാലും നമ്മുടെ തല ഇടിക്കത്തില്ല. കാരണം ഡിസൈൻ വൈസ് ഇത് വേറെ മോഡലാണ്. കാരണം ഇത് ഇത്രയും അകത്തേക്ക് കയറി, ഇതിന്റെ ഒരു അളവെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരടി ഇല്ലല്ലോ, ഇത് ഒരടി പോലും കാണത്തില്ല, ഒരു 3/4 അടിയൊക്കെ ഉള്ളൂ ഇതിന്റെ ഒരു അളവെന്ന് പറയുന്നത്. പക്ഷെ ഇതേ സെയിം തന്നെ ഒരു ചിമ്മിനി നമുക്ക് ബ്ലോ ഹോട്ടിലുണ്ടല്ലേടാ, 2 ബ്ലോവർ വരുന്ന ഒരു ചിമ്മിനി. ഇത് ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട്. കാരണം ഇതൊരു 70 സെന്റിമീറ്റർ ആണ്. ഈ ഒരു ഒറ്റ അളവിൽ മാത്രമേ ഈ ചിമ്മിനി ഉള്ളെന്നുള്ളതാണ്. 60 സെന്റിമീറ്റർ നിങ്ങൾക്ക് കിട്ടത്തില്ല, പിന്നെ 90 സെന്റിമീറ്ററും കിട്ടത്തില്ല, 100 സെന്റിമീറ്ററും കിട്ടത്തില്ല. 70 സെന്റിമീറ്ററിൽ മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷെ അതുകൊണ്ട് തന്നെ കൊച്ചിന് കണ്ടിട്ട് ഒരു ഭയങ്കര ചെറിയൊരു ചിമ്മിനി ആയിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, ഒത്തിരി വലിയ ചിമ്മിനി ആണെന്ന് വെച്ചാൽ അതുമല്ല. അതായത് ഇതിന് രണ്ടിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു തീരെ ചെറുതായിപ്പോ ആ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് 60 വൃത്തികേടുമായിരിക്കും കാണാനായിട്ട്. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും ഡിസൈൻ ചെയ്ത ആള് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പം അവക്ക് പ്രത്യേകിച്ച് അവള് വന്നപ്പോഴേ എന്നോട് പറഞ്ഞു, പക്ഷെ ഒരു രസമില്ല കാണാൻ പറഞ്ഞു.
ഡിസ്പ്ലേ വെക്കണ്ടെന്ന് തീരുമാനിച്ച സാധനമാണ്. പക്ഷെ എനിക്ക് വെച്ച് വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. എനിക്കിപ്പം അല്ലാതെ ഞാൻ ഇതിന്റെ വേറെ ഒരു എക്സ്പീരിയൻസും എനിക്കില്ല. നമ്മളെ എക്സ്പീരിയൻസ് ചെയ്യുന്ന എപ്പോഴും നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടിട്ടുള്ള മോഡലുകളൊക്കെ വെച്ചിട്ട് ഇതിനകത്തെയും കണ്ടന്റ് എന്താണ് കമ്പോണന്റുകളൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ഒരു ചിമ്മിനിയെ വിലയിരുത്തുന്നത്. ആ ചിമ്മിനി നല്ലതാണോ അഴുക്കാണോ അങ്ങനെ വെച്ച് നോക്കിയാൽ ഇതിനകത്ത് വരുന്നത് മെറ്റൽ ബ്ലോവർ ആണ്. പിന്നെ അതുപോലെ തന്നെ സക്ഷൻ പവർ 1650 ഉണ്ട്. ഹെവി മോട്ടറാണ് വരുന്നത്. അതായത് 1650 എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു ഈ സൈസെങ്കിലും വരുന്ന ഒരു മോട്ടറാണ് ഇതിനകത്ത് വരുന്നത്. ഞാൻ ആ മോട്ടറിനെ ഓട്ടോ ക്ലീൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് ഓട്ടോ ക്ലീനിന്റെ ട്രേ ഒക്കെ വരുന്നത്. ഓട്ടോ ക്ലീനെ കുറിച്ചൊക്കെ ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഓട്ടോ ക്ലീൻ ഒക്കെ അത്രേ ഉള്ളൂ. പക്ഷെ ഇതൊന്നും അല്ല സംഭവം. എന്നെ സംബന്ധിച്ചിടത്തോളം ചിമ്മിനിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന 2 കാര്യങ്ങൾ ഇതാണെങ്കിൽ ഈ ചിമ്മിനി എടുത്താൽ മതി. ഇത് നല്ലൊരു സാധനമല്ലേ ഇപ്പൊ പറഞ്ഞ തമ്മിൽ ഇടാൻ പറ്റിയ സാധനമല്ലേ? ടച്ചും സെൻസറും ഉണ്ടല്ലേ? അതായത് ടച്ചും ഉണ്ട് സെൻസറും ഉണ്ട്. അതായത് ഇത് ഉണ്ടോ ഇങ്ങനെ നമുക്ക് ടച്ചിൽ തൊട്ടാ അന്നേരം പ്രശ്നമാണ്. ടച്ചിൽ യൂസ് ചെയ്യാം, സെൻസറിൽ യൂസ് ചെയ്യാം. പക്ഷെ എനിക്ക് സെൻസർ ഒരു ചെറിയൊരു ഇതായിട്ട് തോന്നി. അതിന്റെ കാരണം എന്നാന്ന് പറഞ്ഞാൽ ഇതിന്റെ സെൻസർ എടുക്കുന്ന ആ ഒരു ഗ്ലാസ് ഏരിയ എന്ന് പറയുന്നത് വളരെ കുഞ്ഞൊരു ഗ്ലാസ് ഏരിയ ആണ്. എനിക്ക് തോന്നുന്നു ഒരു ചെറിയ പൊട്ടിന്റെ അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണോ സെൻസർ എടുക്കാനുള്ളൊരു ടൈം പീരീഡ്. അതായത് നമ്മൾ BLDC ചിമ്മിനികളിൽ സെൻസർ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അന്ന് പറഞ്ഞുകൊണ്ടൊരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് എന്താണെന്ന് എനിക്കറിയില്ല. അത് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടത് തന്നെ ഇരിക്കുന്നു. പക്ഷെ അതിലൊക്കെ ഉപരി നിങ്ങൾക്ക് ടച്ച് ഉണ്ട്. നിങ്ങൾ സെൻസർ വിട്ടേര്, അതിനെക്കുറിച്ച് ആലോചിക്കണ്ട. ടച്ച് ഉണ്ട്. ടച്ചിൽ നിങ്ങൾക്ക് പക്കാ ഡീസന്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് നോക്കിയാൽ. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ ചിമ്മിനി ഒരു ശകലം ഹൈറ്റിലാണ് നമ്മളിപ്പോ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ശകലം കൂടെ താഴെ ഈ ചിമ്മിനി ഒരു 55 സെന്റിമീറ്ററിലേക്ക് നമുക്ക് താക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഇത് ഇങ്ങനെ വെച്ചിരിക്കുന്നതിന്റെ കാര്യം എന്നാന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വെക്കുമ്പോഴും ആ സെക്ഷൻ എടുക്കാൻ പറ്റും. അത് കാണിക്കാനാണ് നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 80 സെന്റിമീറ്റർ വരെ ഹൈറ്റിൽ വെച്ചാൽ ഇത് സെക്ഷൻ ഈസി ആയിട്ട് വലിക്കും. ഒരു പ്രോബ്ലം ഇല്ല. 90 സെന്റിമീറ്ററിലും വെക്കാം. പക്ഷെ ഒരു 80 സെന്റിമീറ്ററിൽ വെച്ചാലും ഈസി ആയിട്ട് സെക്ഷൻ എടുക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി അങ്ങനെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. ഒരു കാര്യം ചോദിക്കട്ടെ, 80 സെന്റിമീറ്റർ വരെ പൊക്കിയാൽ ഈ ചിമ്മിനി പൊക്കിയാൽ കാണാനൊരു കാണാൻ ഷോ കാണത്തില്ലെന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ പൊക്കാം. പക്ഷെ കാണാൻ ഷോ പറഞ്ഞാൽ എനിക്കൊന്ന് ഇതിന് ഇച്ചിരി കൂടെ താഴണം തോന്നുന്നു അല്ലെ? ഒരു ശകലം കൂടെ താന്ന. കാരണം ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ താത്ത് വെച്ചാലും വേറെ ഒരു ഇഷ്യൂസും ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് താത്ത് വെക്കാം. ചിമ്മിനി വേണമെങ്കിൽ ഇനി ഒരു 4 ഇഞ്ചും കൂടെ താത്ത് വെക്കണോ, ഈ ലെവലിലേക്ക് വെക്കണോ, വെക്കാം. പക്ഷെ അങ്ങനെ വെക്കുമ്പം ഇപ്പൊ ഈ പറഞ്ഞ പ്രശ്നം, അതായത് പ്രശ്നക്കാരി ഇപ്പൊ ചെല്ലട്ടെ ചെല്ലു ദേ ഇനി കൈയൊന്ന് വെച്ച് കണ്ടോ ആളുടെ ഹൈറ്റും ഓൾമോസ്റ്റ് എല്ലാ പെണ്ണുങ്ങൾക്ക് വീടുകളിൽ എനിക്ക് കണ്ടിരിക്കുന്നത് വലിയ പൊക്കം പെണ്ണുങ്ങൾക്ക് ഇല്ലല്ലോ. അപ്പം ആ ഒരു ഇത് വെച്ച് നോക്കിയാ പൊക്കമുള്ള പെണ്ണുങ്ങൾ ഇല്ലെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അതായത് മിക്കവാറും വീടുകളിൽ ഞാൻ കണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പം ആ ഒരു ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ താന്നു നിന്ന കണ്ടോ ഇങ്ങനെ ആ കുത്തി പൊങ്ങുന്ന ആ ഒരു കൈയെത്തണമെങ്കിൽ പൊങ്ങണം. അത് നമ്മളിവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞ അത് വെച്ച് നോക്കി എനിക്ക് തോന്നുന്നു ഈ ലെവലിലേക്ക് ഇത് താന്ന കുറച്ചും കൂടെ ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതൊരു വലിയ കാര്യമാണ്. പിന്നെ എന്നാണ് ഇതിനകത്തുള്ള വാറണ്ടിയുടെ കേസ് പറഞ്ഞല്ലോ. കമ്പനി വാറണ്ടിയാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ഇവിടുത്തെ ചിമ്മിനിയുടെ വാറണ്ടി നിങ്ങൾക്ക് അറിയാമല്ലോ, 10 year ആണ് വാറണ്ടി വരുന്നത്. നമ്മുടെ ഇവിടെ ടച്ച്, ഡിസ്പ്ലേ, PCB അങ്ങനെ എന്ത് സാധനം പോയാലും 10 year ആണ് വാറണ്ടി വരുന്നത്. ഫുൾ വാറണ്ടിയാണ്, അല്ലാതെ ഇന്ന സാധനത്തിന് മാത്രം വാറണ്ടി അങ്ങനെയൊന്നുമല്ല. പക്ഷെ ഇത് കമ്പനിയുടെ വാറണ്ടി എങ്ങനെയാടാ? മേലോട്ട് നോക്ക്. അന്ന് വെച്ചാ അതായത് ഫുൾ വാറണ്ടി നിങ്ങൾക്ക് ഇതിനകത്ത് കമ്പനി തന്നെ ഫുൾ വാറണ്ടി 5 വർഷം കൊടുക്കുന്നുണ്ട്. അതൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നി. അതായത് ഇനി പുറത്തുനിന്ന് നമ്മുടെ ഇവിടെ പല ആൾക്കാരും പുറത്തുനിന്ന് എടുക്കാനായിട്ട് പേടിയാണ്. കാരണം ഞാൻ എപ്പോഴും പറയും നമ്മുടെ ഇവിടെ തന്നെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് പുറത്തുനിന്ന് എടുക്കണം, പുറത്തുനിന്ന് എടുക്കാം. അങ്ങനെ നോക്കുന്ന ഒരാൾക്ക് ഒരു 5 വർഷം വാറണ്ടി മതി എന്നുണ്ടെങ്കിൽ 5 വർഷം വാറണ്ടി മതി എന്നല്ല, ബാക്കി എല്ലാത്തിനും എത്ര വർഷമാണ് ഉള്ളത്? 2 വർഷമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 5 വർഷം വലുതാണ്. അങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് പോവാം. പിന്നെ ലൈഫ് ടൈം വാറണ്ടി എന്ന് പറയുമ്പോൾ ഇവരുടെ എത്രയാണെന്ന് കൊച്ചിന് അറിയാവോ? 9 വർഷം. അതായത് ലൈഫ് ടൈം എന്ന് പറയുമ്പോൾ 12 വർഷമാണ് നോർമലി വരേണ്ടത്. പക്ഷെ ഇവരത് 9 വർഷമേ കൊടുക്കാറുള്ളൂ. 9 വർഷമാണ് വരുന്നത്. പക്ഷെ നമുക്ക് എലിക്കയിലൊക്കെ ആണെങ്കിൽ 12 വർഷമുണ്ട്. 15 വർഷത്തിന്റെ ഇപ്പം ലോഞ്ചായി. മോട്ടറിന് മാത്രമേ ഉള്ളൂ, പക്ഷെ എങ്കിൽ പോലും 15 വർഷത്തിന്റെ ലോഞ്ചായി. പക്ഷെ അങ്ങനെ വെച്ച് നോക്കിയാൽ കുറച്ച് അഡ്വാൻറ്റേജ് ആണ്. ഇപ്പം ഇതിനാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് പ്രോഡക്റ്റിൽ കാണാൻ പറ്റുന്നത് ഇത് കണ്ടോ, 5 വർഷം പ്രോഡക്റ്റ് വാറണ്ടി. നോക്കട്ടെ, കണ്ടോ 5 വർഷം പ്രോഡക്റ്റ് വാറണ്ടി. അതായത് നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് സാധനം പോയാലും 5 വർഷം വാറണ്ടി ഉണ്ട്. അത് കൂടാണ്ട് നിങ്ങൾക്ക്
മോട്ടറിന് 9 വർഷം, അങ്ങനെയാണ് കമ്പനി വരുന്നത്. ഇനി ഇത് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാ? 10 വർഷം ഫുൾ വാറണ്ടിയോട് കൂടി. അതായത് മോട്ടർ ഗീറ്റർ അങ്ങനെ നമ്മൾ വ്യത്യസ്തതയില്ല, ഫുൾ വാറണ്ടി. പിന്നെന്താ, ഫ്രീ ഉണ്ട്. ഇതിനകത്ത് വന്ന പൈപ്പ് ഏതാണെന്ന് കുറച്ച് ഓർക്കുന്നുണ്ടോ? പ്ലാസ്റ്റിക് പൈപ്പ്. അതായത് അത് കമ്പനി തരുന്ന കേട്ടോ. അത് നമ്മളിപ്പോൾ കമ്പനിയെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. പ്ലാസ്റ്റിക് പൈപ്പാണ് അവർ തരുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ നമ്മൾ അലുമിനിയത്തിന്റെ പൈപ്പ്, അതായത് അതിന്റെ വില എത്രയാ? 1800 രൂപ വരെ വരും. അതായത് ആ സംഭവം നമുക്ക് ഇവിടുന്ന് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റലേഷൻ എൻ്റെ ക്യാപ്പും കിട്ടും. നിങ്ങൾക്ക് ജസ്റ്റ് ഇൻസ്റ്റലേഷൻ ചാർജ് മാത്രം നിങ്ങൾക്ക് അടച്ചാൽ മതി. പിന്നെ എന്നാണ് ഇതിനെക്കുറിച്ച് പിന്നെ എന്നാണ് ഇതിനുള്ളത്? എന്തെങ്കിലും ഐ ഓട്ടോ ക്ലീൻ എന്ന് പറഞ്ഞ സംഭവം എന്നാന്ന് പറഞ്ഞാൽ, അതായത് ഇന്റലിജന്റ് ഓട്ടോ ക്ലീൻ, അതായത് ബുദ്ധിപരമായിട്ട് ഇവൻ തന്നെ സെൻസർ ചെയ്യുന്ന ഓട്ടോ ക്ലീൻ ആണ്. അത് ഈ നമ്മുടെ ഉണ്ട് ഇതുണ്ടാണ്ട് ഈ ഇരിക്കുന്ന സാധനം ഐസ്മാർട്ട്. ഇത് എലിക്കാർഡ് ഐസ്മാർട്ട് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇതിലും ഈ സെയിം സംഭവം തന്നെയുണ്ട്. ഇത് എന്നാ സംഭവം എന്ന് പറഞ്ഞാൽ, അതായത് ഇതിനകത്തെ എന്താ പറയുന്നത്, ബ്ലോവർ, ഓട്ടോ ക്ലീനെ കുറിച്ച് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്തെ ബ്ലോവറിൽ അഴുക്ക് വരുമ്പോൾ, അതായത് നമ്മുടെ സാധാരണ നമ്മൾ ബ്ലോവറിൽ അഴുക്ക് വരുമ്പോൾ നമ്മൾ തന്നെ ഓട്ടോ ക്ലീൻ ഫംഗ്ഷൻ എടുത്ത് അങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കല്ലേ. പക്ഷെ അതിനൊരു സെൻസറുണ്ട്. ആ സെൻസർ വഴി ഓട്ടോ ക്ലീൻ തനിയെ, അതായത് ഒത്തിരി അഴുക്കാവുകയാണെങ്കിൽ തനിയെ ഓട്ടോ ക്ലീൻ വർക്കാവും. അതാണ് ഇന്റലിജന്റ് ഓട്ടോ ക്ലീൻ എന്ന് പറഞ്ഞത്. പക്ഷെ അതുകൊണ്ട് വലിയ സംഭവം വല്ലതും ഉണ്ടോ? അത്ര വേണ്ടായിരുന്നു കേട്ടോ, ഒരു കാര്യമില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല കേട്ടോ. നമ്മളിത് പറയുന്നതേ ഉള്ളൂ കേട്ടോ. ഇന്റലിജന്റ് ഓട്ടോ ക്ലീൻ എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഒരു ഫംഗ്ഷനാണ്. അതിനെ ഇത് ചെയ്യുന്നവരുണ്ടായിരിക്കും. പക്ഷെ ഇയാൾ ഇതൊക്കെ പറയുന്നത് എന്നാന്ന് പറഞ്ഞാൽ, ഇയാൾ ഇതെല്ലാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാനാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ടെക്നീഷ്യന്മാർ വർക്ക് ചെയ്യുമ്പോഴാണേലും ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ പുള്ളി ഇപ്പോൾ ഒരു എത്ര വർഷമായി കാണും? ഇപ്പോൾ ഒരു 7-8 വർഷമായെന്ന് തോന്നുന്നു അല്ലേ ഇത് സർവീസ് സെൻ്റർ ആയപ്പോൾ മുതലേ ഞാനിവിടെ ഇരിക്കുന്നതാണ്. അതുകൊണ്ട് ഞാനെല്ലാം ഇത് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് പുള്ളി പറഞ്ഞത് അതിലൊരു കാര്യമില്ലത്. പക്ഷെ അത് വലിയൊരു നെഗറ്റീവായിട്ടൊന്നും എടുക്കണ്ട. ഇന്റലിജന്റ് ഓട്ടോ ക്ലീൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ. അതിപ്പം എല്ലാ കമ്പനികൾക്കും ഓരോരോ ഫംഗ്ഷൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇത്. പക്ഷെ നിങ്ങൾ അതൊന്നും നോക്കണ്ട. എൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, എനിക്ക് തോന്നിയിരിക്കുന്ന ഇതാണ്. അതായത് ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കനമെന്ന് പറയുന്നത്. കണ്ടോ, ആകെ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഭയങ്കരമായിട്ട് തല ഇടിക്കത്തില്ല. എന്നാൽ അത്രയും ചെറുതായതുകൊണ്ട് തന്നെ സക്ഷൻ എടുക്കുന്നില്ലെന്ന് നിങ്ങൾ പേടിക്കേണ്ട. അടിപൊളിയായിട്ട് സക്ഷൻ എടുക്കുകയും ചെയ്യും. അത്രയും നല്ല ഇതാണ്. ഓണാക്കിയിട്ട് നമുക്കൊന്ന് ഇത് നോക്കിയാലോ, നമ്മൾ മറ്റേ പേപ്പർ വെച്ച് നോക്കാം. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ കാണാൻ പറ്റില്ല. ഓണാക്കി ഇതിൻ്റെ സക്ഷൻ പവർ കണ്ടോണേ. ഒന്നാമത്തെ സ്പീഡ് ആദ്യം കാണിച്ചിട്ട് രണ്ടാമത്തെ കാണിച്ചാലും മതി. ഇത് ഒന്നാമത്തെ സ്പീഡ് ഉണ്ടോ? ഇനി രണ്ടാമത്തെ സ്പീഡ് വെച്ചോടാ. രണ്ടാമത്തെ സ്പീഡിൽ ഹൈ സെക്ഷനായി കണ്ടോ. നൂർത്തിട്ടേടാ, നൂർത്തടിച്ച് കണ്ടോ. അതായത് അത്യാവശ്യം നല്ല സക്ഷൻ പവറാണ്. പിന്നെ ഇതിൻ്റെ പവറിൻ്റെ ഒരു ഇതറിയണമെങ്കിൽ കണ്ടോ, ആ പേപ്പർ എടുത്തിട്ട് വെക്കുമ്പോൾ വലിച്ചടിക്കുന്നുണ്ടോ അത് കണ്ടോ. അതാണ് ഇതിൻ്റെ പവർ അറിയാനായിട്ട്. എപ്പോഴും പവർ നോക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇതല്ലാതെ നമ്മൾ വേറൊരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവിടെ. എന്നാണ് അത്? മൊത്തത്തിൽ പറയണ്ട, ഒരു ഹിന്റ് കൊടുത്താൽ മതി. എക്സ്പീരിയൻസ് റൂം എന്ന് വെച്ചാൽ വരുന്നവർക്ക് സെക്ഷൻ പവർ അറിയണമെങ്കിൽ നമ്മൾ കുക്ക് ചെയ്ത് കാണിക്കും. പിന്നെ അടുപ്പിന്റെ ഫ്ലെയിമും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മൾ അടുപ്പ് കത്തിച്ച് കാണിക്കും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ക്യാമറ താഴെ പോകും. അങ്ങനെ ഒരു സംഭവം കൂടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഉടനെ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അതുണ്ടാവും. അതായത് അത് നിലവിൽ എങ്ങും ഇല്ലാത്തൊരു സംഭവമാണ്. അങ്ങനെ ഒരു സംഭവം കൂടെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഒരു എക്സ്പീരിയൻസ് റൂം, അങ്ങനെ ഒരു സംഭവം നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ ഒരു ഗോഡൗൺ ഉണ്ടായിരുന്നു. ആ ഗോഡൗൺ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് അത് എക്സ്പീരിയൻസ് റൂം ആക്കുവാണ്. അപ്പോൾ അത് മിക്കവാറും ഈ മാസം തന്നെ സെറ്റാവുമല്ലോ. ഈ മാസം തന്നെ അത് നമ്മൾ റെഡിയാക്കും. അതായത് നിങ്ങൾക്കിവിടെ കുക്ക് ചെയ്ത്, അതായത് ഇപ്പം നിങ്ങൾക്ക് അതായത് ഇപ്പം ഈ ഒരു സ്റ്റൗവ്, ഈ സ്റ്റൗവിൻ്റെ ഗ്യാസിൻ്റെ എഫിഷ്യൻസി അല്ല, ഗ്യാസിൻ്റെ എന്താ പറയുന്നത് ഇതല്ലേ, ഫ്ലെയിമും കാര്യങ്ങളൊക്കെ. അതായത് ചിലർക്ക് ഇത് കണ്ടിട്ടേ ഉള്ളൂ, ഇതെങ്ങനെയാണ് ഫ്ലെയിം വരുന്നത്, അതിൻ്റെ ഒരു പവർ എത്രയുണ്ട്, അതിൻ്റെ ഒരു ചൂട് എത്രയുണ്ട്, ഇതൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ ആ സംഭവം കൂടെ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കും.
അതായത് നിങ്ങൾക്ക് അത് കത്തിച്ച് കാണാൻ പറ്റും. പക്ഷെ അതിന് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് ഇല്ലടാ. ആ ക്രമങ്ങളില്ലാതെ നമ്മൾ ആ റൂമിലോട്ട് കയറ്റത്തില്ല. അതിപ്പോ പറയണ്ട. അതിന് വേറെ കാരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അത് നമ്മൾ പറയാം. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇനി ഇതിനകത്ത് എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടോ? സക്ഷൻ പവർ കാണിച്ച് കാരണം ഈ ഷേപ്പിന്റെ ഷോ ഇല്ല. ഇതിന് പക്ഷെ സ്ലാൻഡിങ് എന്ന് പറയാൻ പറ്റുമോ? ഇതിന് ഇതൊരു വെറൈറ്റി, ഒരു ഡിസൈനർ ചിമ്മിനി. സ്ലാൻഡിങ് എന്ന് പറയാൻ പറ്റത്തില്ല ഇതിന്. ഒരു ഡിസൈനർ ചിമ്മിനി. പക്ഷെ ആ സാധാരണ ഡിസൈനർ ചിമ്മിനികളിൽ സക്ഷൻ പവർ കുറവായിരിക്കും. 1100 നമുക്ക് ഇവിടെ വരുന്നതിലുള്ളൂ. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ സക്ഷൻ പവർ ഇതിനകത്ത് നല്ലതായിട്ടുണ്ട്. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. പിന്നെ ഈ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന ചോദ്യമാണ് ഈ മറ്റേ ഇത് മെറ്റൽ ബ്ലോവർ ഉണ്ടോ എന്ന് ചോദിച്ചു വരുന്നത്. അതിനും ഈ സാധനത്തില് മെറ്റൽ ബ്ലോവർ ഉണ്ട്. സാധാരണ സ്ലാൻഡിങ് മെറ്റൽ ബ്ലോവറോ? ഇതൊക്കെ മെറ്റൽ ബ്ലോവറോ? ഇത് മെറ്റലാണ് നമ്മുടേത്. ഇത് പക്ഷേ മെറ്റലല്ല. ഇത് മെറ്റലാണ്, അത് മെറ്റലാണ്. ഇത് മെറ്റലല്ല, വൈറ്റ് മെറ്റലല്ല. അകത്തിരിക്കുന്ന അതെല്ലാം മെറ്റലാണ്. പക്ഷേ ഇത് എനിക്ക് ഇതേ സെയിം തന്നെ നമ്മുടെ മറ്റേ കാഫിലും ഒരു സീരീസ് വരുന്നുണ്ട്. പിന്നെ ഏതായിരുന്നു ബ്ലോ ഹോട്ടിൽ ഒരു സീരീസ് വരുന്നുണ്ട്. അതിന് പക്ഷെ 2 ബ്ലോവർ വരുന്നു. പക്ഷെ അത് സാധാരണക്കാരന് താങ്ങാൻ പറ്റത്തില്ല. ഇതിന്റെ വില എത്രയാ അത് പറഞ്ഞില്ല നമ്മള്. ചെറിയൊരു വില 46,900. അപ്പൊ 47,000 രൂപയാണ് ഈ ചിമ്മിനിയുടെ പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷെ ഇത് ഒരു MRP റേറ്റ് ആണ്. ഇത് നിങ്ങൾക്ക് പല ഷോപ്പുകളിലും ഡിപ്പെൻഡബിൾ ആണ്. അവരുടെ എന്താ പറയുന്ന ഡിസ്കൗണ്ടും കാര്യങ്ങളും വെച്ച് അവർ തരുന്നതായിരിക്കും. നമ്മുടെ ഇവിടെ കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? വാറണ്ടിയുടെ എമൗണ്ടും കൂടെ ആഡ് ചെയ്ത് നമ്മൾ ചിമ്മിനി തരുള്ളൂ. അല്ലാതെ നമ്മൾ ഇവിടുന്ന് ചിമ്മിനി നമ്മൾ പുറത്തിറക്കത്തില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ആ നോർമൽ റേറ്റിൽ വാറണ്ടിയും കൂടെ കയറി വരും, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ കേസൊന്നുമില്ല. അപ്പം നമുക്ക് 10 ഇയർ വാറണ്ടി ഉണ്ടാവും ഈ ചിമ്മിനിയിൽ. 10 വർഷം വാറണ്ടി. പിന്നെ ഇതിന്റെ വേറൊരു കാര്യം വെച്ച് ശ്രദ്ധിച്ചോ, ഇതിന്റെ ഡക്റ്റ് പോകുന്നത് 7 ഇഞ്ചാണ്. ആ പൈപ്പ്, ആ പ്ലാസ്റ്റിക് പൈപ്പ് കണ്ടോ, വലിയ പൈപ്പാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു 6 ഇഞ്ച് അഡാപ്റ്റ് ചെയ്യായിരിക്കും, കുഴപ്പമില്ലായിരിക്കും. ചില ചിമ്മിനി അല്ല 8 ഇഞ്ചല്ല 7 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. 8 ഇഞ്ചല്ലോ 7 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. വലിയ പൈപ്പാണ് അത്. പക്ഷെ 6 ഇഞ്ച് വെക്കായിരിക്കും, കുഴപ്പമില്ല. 6 ഇഞ്ചിന്റെ അലുമിനിയം പൈപ്പ് ഇത് സൂട്ട് ചെയ്യാം. പിന്നെ ഇതെല്ലൊരു പൈപ്പ് വരുന്നുണ്ട്, അത് 7 ഇഞ്ചാണ്. അതെനിക്ക് തോന്നുന്നു ഇത്രയും സക്ഷൻ ഉള്ളതുകൊണ്ടാണ്, ഭയങ്കര ഹെവി സക്ഷനാണ്. അതുകൊണ്ടാണ് ഈ 7 ഇഞ്ച് പൈപ്പ് ഇവർ ഇതിന് അലോഡ് ചെയ്തിരിക്കുന്നത്. അല്ല വേറൊന്നുമല്ല. പക്ഷെ 6 ഇഞ്ച് വെക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. 6 ഇഞ്ച് പൈപ്പ് വെക്കാൻ പ്രശ്നമൊന്നും വരത്തില്ല. അപ്പം അടച്ചിട്ട് പോയാലോ? സമയം എത്രയായി? സമയം ഇപ്പോൾ 8 മണിയായി അല്ലേ? 7 ആദ്യമായിട്ടല്ലോ കൊച്ചു. എത്ര വീഡിയോ ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ വീഡിയോ ചെയ്യണം. ഞാൻ ഇല്ലാത്ത സമയത്ത് വീഡിയോ ചെയ്ത് ആൾക്കാരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. ഓ, അതൊക്കെ നമ്മുടെ ആൾക്കാർ ക്ഷമിച്ചോളും. പിന്നെന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ചിമ്മിനി അടിപൊളിയാണ്, ഒന്നും പറയാനില്ല എനിക്ക്. പക്ഷെ കുച്ചിനാടെ കുറച്ച് മോഡലുകളുണ്ട് നമ്മളിവിടെ വിൽക്കുന്നതിൽ. ആ മോഡലുകളൊക്കെയാണ്. അത് ഒന്ന് മറ്റേ ഡിസയർ പൊളി ചിമ്മിനിയാ. പിന്നെ വേറെ സാധനമുണ്ട്, അതിന്റെ പേര് ഞാൻ മറന്നുപോയി. അത് നല്ല ചിമ്മിനിയായിരുന്നു. പക്ഷെ അതെനിക്ക് ഒന്ന് കുഷിന നിർത്തിയും തോന്നും. നമ്മൾ പണ്ടൊരു 8 വർഷം മുമ്പൊക്കെ നമ്മൾ പഴയ കടയായിരുന്നപ്പം ആ ചിമ്മിനി വീട്ടുണ്ട്. മറ്റേ കനമുള്ള ഈ ഫ്ലാറ്റ് ചിമ്മിനി തന്നെ ഭയങ്കര സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിട്ടുള്ള, അത് നല്ല ചിമ്മിനി അത്. പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളു. അപ്പം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളു. അപ്പൊ പോവാൻ നോക്കും. അപ്പൊ പോവാ. ടാറ്റ.